ഹരേ കൃഷ്ണ. ത്രിമധുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പറയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ചാനലിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണാം. ഒരു കണ്ണ് നനയിക്കുന്ന ഒരു കൃഷ്ണാനുഭവം ത്രിമധുരം ഗ്രൂപ്പിൽ വന്നതാണ്. ഞാനത് നിങ്ങളോട് പറയാണ്. ഞാൻ ചെറുപ്പം കഴിയുന്നതിന് മുൻപ് വിധവയായി. എൻ്റെ 2 മക്കളുമൊത്ത് ഞാൻ സ്ഥിരമായി ഗുരുവായൂരപ്പനെ ദർശിക്കുമായിരുന്നു. എൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ഞാനൊരു വിവാഹ ക്ഷണക്കത്തുമായി ഗുരുവായൂരെത്തി. ആദ്യത്തെ കത്ത് ഗുരുവായൂരപ്പന് നൽകണം, ഭഗവാനെ വിവാഹത്തിന് ക്ഷണിക്കണം. ഒരു നിമിഷം സംശയിച്ചു നിന്നു. ക്ഷേത്രമണ്ഡപത്തിൽ കത്ത് വെച്ചാൽ അത് ജോലിക്കാർ എടുത്തുമാറ്റും. എന്തായാലും ഞാൻ ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കത്തുവെച്ചു. ഞാൻ ഭഗവാനെ വിവാഹത്തിന് ക്ഷണിച്ചു. ഗുരുവായൂരപ്പ, അവിടുന്ന് എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കണേ. എനിക്ക് സഹായത്തിനായിട്ട് വേറെ ആരുമില്ല എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഭഗവാൻ വിവാഹത്തിന് വന്നാൽ തിരിച്ചറിയാൻ കഴിയുമോ? ഗുരുവായൂരിൽ നിന്നുള്ള ആരെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്താൽ അത് ഗുരുവായൂരപ്പനാണെന്ന് ഞാൻ കണക്കാക്കുമെന്ന് എന്നെ തന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ വിവാഹ ദിവസം വരനും വധുവും ഹാളിലെത്തിയപ്പോൾ മകന്റെ തിരുവനന്തപുരം ഓഫീസിലെ ഒരു ഓഫീസറും കുടുംബവും അവിടെ എത്തി. റെയിൽവേ സമരം മൂലം ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. പെട്ടെന്നായതുകൊണ്ട് വരന് സമ്മാനമൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇത് എൻ്റെ സമ്മാനമായി. അദ്ദേഹം ശ്രീകൃഷ്ണൻ പശുവിനെ തഴുകി നിൽക്കുന്ന ഒരു ചെറിയ പാവ സ്റ്റേജിലുള്ള പീഠത്തിൽ വെച്ചു. ഞാനിതൊന്നും അറിഞ്ഞില്ല. വിവാഹ ചടങ്ങുകൾ നന്നായി കഴിഞ്ഞു. വരനും വധുവും ഞങ്ങളുടെ ഭവനത്തിലെത്തിയപ്പോൾ ഒരാൾ കാറിൽ നിന്ന് ഈ പാവ എടുത്ത് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, ഗുരുവായൂരിൽ നിന്നും വന്ന ഒരാൾ കല്യാണ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നതാണ് ശ്രീകൃഷ്ണന്റെ ഈ പാവ. പാവയും കയ്യിൽ പിടിച്ച എനിക്കുണ്ടായ ചേതോവികാരം എന്താണെന്ന് വിവരിക്കാൻ കഴിയില്ല. ആരാണ് ഗുരുവായൂരിൽ നിന്ന് വന്നത്? ഗുരുവായൂരപ്പനോ അതോ ഭഗവാന്റെ പ്രതിനിധിയോ? ഈ സംഭവം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഗുരുവായൂരപ്പന്റെ ഭക്തരുടെ അനുഭവങ്ങളാണ് ഞാൻ എഴുതിയത്. സ്ഥലവും പേരും എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. എന്തു തന്നെയായാലും ഗുരുവായൂരപ്പന്റെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ത്രിമധുരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. ഹരേ കൃഷ്ണ.